ഇന്നിപ്പോൾ ഗംഭീരനാദം നിങ്ങളോട് വിളിച്ചു പറഞ്ഞത് ദൈവത്തിൻ്റെ സന്തതി ഉണ്ടോ എന്ന് ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ തലവെട്ടിയതിനാണ്, സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞതിനാണ്, പൗലോസിനെ കല്ലെറിഞ്ഞതിനാണ്, പത്രോസിനെ തലകീഴായി തൂക്കിയതിനാണ്, യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടതിനാണ്. മനുഷ്യനെ നോക്കി ദൈവത്തിൻ്റെ വചനം ലജ്ജിക്കാതെ പറയേണ്ടുന്നത് പോലെ പറഞ്ഞതുകൊണ്ടാണ് അവർക്കെല്ലാം പീഡനമേറ്റതെങ്കിലും യേശു പറഞ്ഞു, പച്ചമരമായ എന്നോട് ഇങ്ങനെയെങ്കിൽ ഉണക്കമരമായ നിങ്ങളോട് എത്ര. നോക്കൂ, ഇന്ന് ഈ കോടാനുകോടി സഭകൾ തെറ്റായിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ശക്തിയോടുകൂടെ വിളിച്ചു പറയണമെങ്കിൽ ഒരുവനെങ്കിലും ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ വചനം ലജ്ജയില്ലാതെ പറയുവാൻ. നിങ്ങൾ ഈ കോടിക്കണക്കിന് സഭകളെയും പുരോഹിതന്മാരെയും നോക്കിയിട്ട് ആ നാമത്തെ തള്ളിക്കളയുന്നെങ്കിൽ സങ്കീർത്തനം 91 അവിടെ പറയുന്നു, എൻ്റെ നാമത്തെ അറിയയാൽ ഞാൻ അവനെ ഉയർത്തും. ഇല്ലാത്ത ആരും പുനരുദ്ധാനത്തിൽ ഉണ്ടാകില്ല. പുനരുദ്ധാനത്തിൽ ആരാണ് പോകുന്നത് തുടർന്നുള്ള വചനങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. വ്യക്തമായി പറയുന്നുണ്ട്. ഈ വചനം എല്ലാവരും വായിക്കുന്നുണ്ട് സ്നാന സമയത്തും. എന്നിട്ട് എന്തേ ഗ്രഹിക്കാത്തത്? റോമർക്കെഴുതിയ ലേഖനം 6:4, അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. യേശുക്രിസ്തുവിനോടുകൂടെ തന്നെ അടക്കം ചെയ്യണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വചനം കൊലോസ്യർ 2:12, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും. കണ്ടോ എത്ര വ്യക്തമായി പറയുന്നു. അടക്കം ചെയ്യുന്നതിന് സ്നാനം. ഇത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ചെയ്യണം. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്തിൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടണം. ഇനി റോമർ 6:5, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട്, യേശുക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ മരിച്ചുവെങ്കിൽ, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു എങ്കിൽ മാത്രമേ പുനരുദ്ധാനത്തിൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. പച്ചയ്ക്ക് പറയുന്നു റോമർ 6:5. വേണമെന്റെ ചെവരിൽ എഴുതി വെച്ചോ. വീടിന്റെ ചെവര് വൃത്തികേടായാലും വേണ്ടില്ല, സ്വർഗത്ത് പോകാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്നാനപ്പെട്ട എങ്കിൽ മാത്രമേ അവർ പുനരുദ്ധാനത്തിലും ഏകീഭവിക്കുകയുള്ളൂ. ഈ ഒരൊറ്റ വചനം നിങ്ങളൊന്ന് കേട്ടിരിക്കുന്നു. ഇത് തള്ളിക്കളയുന്ന എല്ലാവരുടെയും ന്യായവിധി ഇപ്പോൾ തന്നെ വന്നു. നോഹ പറഞ്ഞത് കേൾക്കാതെ തള്ളിക്കളഞ്ഞവരുടെ ന്യായവിധി വെള്ളം കയറി ചത്തുപോയത്, അത് ശിക്ഷ അനുഭവിച്ചതാ. ന്യായവിധി തള്ളിക്കളഞ്ഞ നിമിഷം തന്നെ അവർ ന്യായവിധിയിൽ അകപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ ഇന്ന് കോടിക്കണക്കിന് പേർ നോഹയുടെ കാലം പോലെ തള്ളപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ നോഹയെ പോലെ ഒരുവൻ വിളിച്ചു പറയുന്നു, നോക്കൂ, എൻ്റെ ആടുകൾ മാത്രമേ എൻ്റെ ശബ്ദം കേൾക്കൂ. അവർ അന്യനെ അറിയായികയാൽ അന്യന്റെ ശബ്ദം കേൾക്കില്ല. ആര്? ആടുകളെ തടയാനും കഴിയില്ല. അവയെ എൻ്റെ കയ്യിൽ തന്ന പിതാവിൻ്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. എൻ്റെ കയ്യിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഭയക്കണ്ട. യഥാർത്ഥ ദൈവത്തിൻ്റെ ആട്. നമുക്ക് കത്തോലിക്ക, മാർത്തോമാ, CSI അല്ലെങ്കിൽ പെന്തക്കോസ്, ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ച്, ഇവിടെയെല്ലാം ആൾക്കാർ ആയിരങ്ങളും പതിനായിരങ്ങളും ഓടിക്കൂടുന്നത് പോലെ കളപ്പുരയിലേക്ക് ശേഖരിക്കപ്പെടുകയില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് യേശു വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ വഴിയായി ചേർക്കപ്പെട്ടതെല്ലാം. ഏതെങ്കിലും ഒരു പള്ളിക്കാരനെ കാണിച്ചു തരാമോ? യേശു വന്നപ്പോൾ യേശുവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകനെ അയച്ച് കർത്താവ് തൻ ഗംഭീരനാദം ജീവിച്ചിരിക്കുന്ന മണവാട്ടിയെ സഭകളിലേക്ക് ദൂത് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നമുണ്ടായി, ഉടക്കുകളുണ്ടായി. അതുകൊണ്ടാണല്ലോ പാമ്പുകളെ, തേളുകളെ, സർപ്പസന്തതികളെ എന്ന് വിളിക്കേണ്ടി വന്നത്. ആ ഒരു യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ ജയിച്ചു വന്ന ഏതെങ്കിലും ഒരു പള്ളിക്കാരനെ ഒന്ന് കാണിച്ചു തരൂ. ഏതെങ്കിലും ഒരു ബൈബിൾ പണ്ഡിതനെ ഒന്ന് കാണിച്ചു തരൂ. ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. ഈ കാലത്തുണ്ട്.